ഹായ് ഫ്രണ്ട്സ്, ഞാൻ കഴിഞ്ഞ ലോങ് വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഷോർട്ട് വീഡിയോയിൽ ഇപ്പോഴത്തെ നമ്മളെ തോട്ടത്തിൻ്റെ അവസ്ഥ ഏത് രീതിയിലാണെന്നുള്ളത്, വളം കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഇപ്പോൾ നിലവിലത്തെ അവസ്ഥ എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഷോർട്ട് വീഡിയോ ആയി ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു വ്യക്തത കൊടുക്കാൻ വേണ്ടിയുള്ള വീഡിയോ ആണിത്. അപ്പോൾ നമ്മൾ നിലവിൽ തെങ്ങിന് വളവും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞ്, വളമായിട്ട് നമ്മൾ ചാണകം, കോഴിവളം, ചാരം ഇതൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ കുമ്മായം എല്ലാം മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ എല്ലാ തെങ്ങുകൾക്കും കഴുങ്ങിനും ഒക്കെ കൊടുത്തത്. അത് കൊടുക്കുന്ന വീഡിയോ ഞാൻ എടുക്കാൻ പറ്റിയില്ല, അന്ന് ഇച്ചിരി തിരക്കിലായി പോയതുകൊണ്ട് ആ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നിലവിൽ ഇപ്പോൾ നമ്മളെ തോട്ടത്തിൻ്റെ അവസ്ഥ എങ്ങനെയാണ്, നമ്മൾ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിലൂടെ അവിടെ 2 ലോഡ് മണ്ണുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് തെങ്ങിനെ തടാക്കിയിടണം. കഴുങ്ങിനും കാര്യങ്ങൾക്കൊക്കെ അത്യാവശ്യം വെള്ളം നിർത്താൻ പറ്റുന്ന രീതിയിൽ ഓരോ തെങ്ങിൻ്റെ ചുവട്ടിൽ ലോഡായി കഴിഞ്ഞാൽ അടുത്ത തെങ്ങിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ മണ്ണ് കുറവാകുമ്പോൾ അത് വെള്ളം പൊട്ടി പുറത്തേക്ക് പോകുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് മണ്ണ് നമ്മൾ എല്ലാ കൊല്ലവും കുറേശ്ശെ മണ്ണ് തടത്തിന് കൂട്ടി കൊടുക്കാറുണ്ട്. അതിന് കൂടെ തന്നെ വെള്ളവും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ തെങ്ങിന് വേരും കൂടുതൽ ഇറങ്ങാണ്ടാവും. അപ്പോൾ അതൊക്കെ ആവശ്യമായതുകൊണ്ട് തന്നെ മണ്ണ് അത്യാവശ്യമായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നിലവിൽ നമ്മുടെ തോട്ടത്തിലെ അവസ്ഥ. അതുപോലെ തന്നെ നമ്മൾ ചെറിയ തെങ്ങുകൾക്ക് നമ്മൾ മണ്ണ് തടത്തിൽ കൂട്ടി കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് വലിയ തെങ്ങുകൾ നനക്കുന്ന രീതിയിലല്ല നനച്ചുകൊണ്ടിരിക്കണം. അതിന് തടത്തിൽ മാത്രം വെള്ളം നിൽക്കാനുള്ള സൗകര്യമുള്ളൂ. നമ്മൾ വലിയ തെങ്ങുകളൊക്കെ നനക്കണമെന്ന് വെച്ചാൽ ഓരോ തെങ്ങിനെ ചുവട്ടിൽ അത്യാവശ്യം വെള്ളം ലോഡാവും. അതിൽ നിന്ന് മറ്റേ തെങ്ങിലോട്ട് പോകാനുള്ള വഴി ഉണ്ടാവും. വെള്ളം ഒഴുകി പോകാൻ വേണ്ടി പിണപ്പ്, ഞങ്ങളുടെ നാട്ടിൽ പിണപ്പ് എന്ന് പറയും, അതുണ്ടായിരിക്കും. അപ്പോൾ അതിലൂടെയാണ് മറ്റുള്ള തെങ്ങിനൊക്കെ, ഒറ്റ തെങ്ങിന് നമ്മൾ പൈപ്പ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ മറ്റുള്ള തെങ്ങിനൊക്കെ അങ്ങനെ ഓട്ടോമാറ്റിക്കലി നനഞ്ഞു പോകും. പക്ഷെ ചെറുതെങ്ങ് തൈകൾക്ക് നമ്മൾ നനക്കണത് ഞാൻ വേറെ ഷോർട്ട് വീഡിയോയിലൂടെ കാണിക്കാം. അപ്പോൾ നിലവിൽ ഇതൊക്കെയാണ് നമ്മളെ തോട്ടത്തിലെ അവസ്ഥകൾ. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇന്ന് നനക്കാനുള്ള മോട്ടർ ഓണാക്കിയിട്ടുണ്ട്. ഏകദേശം ഒരാഴ്ചയിലേറെയായി ഇപ്പോൾ തോട്ടം നനച്ചിട്ട്. ഒരാഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെയാണ് നിലവിലെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മോട്ടർ ഓണാക്കിയിട്ടുള്ള വിഷയമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇവിടെ ഈ തോട്ടത്തിൽ, ഈ തെങ്ങിൻ്റെ തോട്ടത്തിൽ അത്യാവശ്യം മണ്ണുള്ളതുകൊണ്ട് അത് ലോഡാവും. തൊട്ടടുത്ത തെങ്ങിലേക്ക് അതിൻ്റെ പിണപ്പ് വഴി ഒഴുകി അങ്ങനെ പോവും. അതൊക്കെയാണ് നിലവിൽ വലിയ തെങ്ങുകൾ നനക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്